और बड़ा किया गया एक व्यक्ति हैं। എൻ്റെ പിതാവ് കോഴഞ്ചേരി മർത്തോമ പള്ളിയിലെ അംഗമായിരുന്നു. प्रभु के दास के जो पिताजी हैं वे केरल में एक एक टाउन में एक शहर में एक मर्तोमा कलीसिया का एक सदस्य था। എന്നാൽ ഞങ്ങളുടെയൊക്കെ ജനനത്തിനു മുമ്പ് തന്നെ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായി. परंतु प्रभु के दास या उनके भाई बहनों के जन्म से पहले ही उनके पिता जो हैं उद्धार के अनुभव में आने के लिए परमेश्वर ने सहायता किया। ഞങ്ങളെ ദൈവിക ശിക്ഷണത്തിലൂടെയും ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലൂടെയും വളർത്തുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയാകും. प्रभु के दास और उनके परिवार, उनके बच्चों, उनके उनके भाई बहनों को परमेश्वर के भय में, प्रभु के वचन की शिक्षा में उनको पालन पोषण करने के लिए परमेश्वर ने उनको अवसर दिया, इसलिए वे प्रभु को धन्यवाद करते हैं। എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. परमेश्वर के दास अपने 8वीं उम्र में उद्धार के अनुभव में वे आए हैं। ഞാൻ 9ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. अपने 9वें उम्र में पवित्र आत्मा से भरकर अनुभव में जाने के लिए प्रभु ने अवसर दिया। 10ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. 10वें उम्र में वे पानी में डूबकर बपतिस्मा लिए। ഞാൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ തക്കവണ്ണം ഇടയായി. और अपने छोटी उम्र में ही प्रभु की सेवा के लिए निकल पड़ने के लिए मैं अपने जीवन को समर्पित किया। 35 വർഷമായി വിവിധ സഭകളിൽ കർത്താവിനെ സേവിക്കുകയും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. 35 साल से अलग अलग कलीसियाओं में परमेश्वर की सेवा करते हुए, प्रभु की स्तुति करते हुए हम आ रहे हैं। നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവം എനിക്ക് തന്ന ചില ആലോചനകൾ നിങ്ങളോട് ഒരുമിച്ച് സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. हम एक साथ मिलकर परमेश्वर ने मुझे दी हुई कुछ बातों को, कुछ वाणी को मैं आपके बीच में एक साथ बांटने की कोशिश करता हूँ। അതിനാധാരമായി ഒരു വേദവാക്യം വായിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. उसी से संबंधित एक वचन को पढ़ने के लिए मैं इच्छा रख रहा हूँ। നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗത്ത് നിന്നാണ് ഞാൻ ഇന്ന് ദൈവവചനം സംസാരിക്കുന്നത്. आप सभी लोग अच्छे रीति से जानने वाला एक वचन की भाग से मैं आपके बीच में वचन कहने जा रहा हूँ। കോവിഡ് സമയത്ത് ഞാൻ സൂം മീറ്റിങ്ങുകൾ ധാരാളം അറ്റൻഡ് ചെയ്യുകയും ദൈവവചനം സംസാരിക്കുകയും ചെയ്തു. എങ്കിലും कोविड के समय में काफी जूम मीटिंग्स में हम शामिल होते थे और काफी जूम मीटिंग में हमने प्रचार किए, परंतु ഈ സഭകളിൽ നേരിട്ടുള്ള പ്രസംഗമാണ് ഞാൻ കൂടുതലും നടത്താറുള്ളത്. कलीसियाओं में सीधे रूप से आमने सामने जाकर प्रचार करने का एक अनुभव मैं ज्यादा पसंद करता हूँ। അപ്പം ഈ ഇരിക്കുന്ന ദൈവജനത്തിന്റെ മുഖത്ത് നോക്കുമ്പോഴേ നമുക്ക് പ്രതികരണം അറിയാൻ തക്കവണ്ണം ഇടയാകും. इसका कारण यह है क्योंकि बैठे हुए लोगों के चेहरे को देखकर उनकी प्रतिक्रिया क्या है वह हम सामने ही पता कर पाते हैं। ഇപ്പം നിങ്ങളുടെ ആരുടെയും മുഖം എനിക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധ്യമല്ല. यहाँ पर बैठकर मैं आपके चेहरे को मैं साफ रीति से देख नहीं पाता हूँ। നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. मैं ये विश्वास में हूँ कि आप सभी लोग यहीं पर बैठे हुए हैं। നമുക്ക് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവം എന്നോട് സംസാരിക്കണമേ എന്നുള്ള ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. इसलिए हम बड़े प्रार्थना के साथ परमेश्वर मेरे करीब है ये बात को समझते हुए हम प्रभु का वचन की मनन करने के लिए थोड़ा समय प्रभु के वचन के करीब आए। നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് हम आज वचन के मनन के लिए ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം लूका रचित सुसमाचार 19वें अध्याय
9-ാമത്തെ വാക്യമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 19वें अध्याय उसके 9 वचन को आज हमने चुना हुआ है। ഞാൻ ആ വാക്യം ഇവിടെ വായിക്കുന്നു. प्रभु के दास उसे अपने भाषा में पढ़ेंगे। ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. तब यीशु ने उससे कहा, आज इस घर में उद्धार आया है, इसलिए कि यह भी अब्राहम का एक पुत्र है। ഈ ഭാഗം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. हम इस भाग को अच्छे रीति से हम समझते हैं, हम जानते हैं। സക്കായി എന്ന് പറയുന്ന ധനികനായ ഒരു വ്യക്തി, हम जानते हैं कि जक्कई नाम का एक बड़ा धनी व्यक्ति था। അദ്ദേഹം ചുങ്കക്കാരിൽ പ്രമാണിയാണെന്നാണ് വായിക്കുന്നത്. और वचन इस प्रकार से हमें बताता है कि वे चुंगी लेने वालों का सरदार था। അദ്ദേഹം യേശുവിനെ കണ്ട കാര്യവും യേശു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന കാര്യവുമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. यहाँ पर हम इस बात को पढ़ पाते हैं कि वो जक्कई किस प्रकार यीशु को देखता है और यीशु कैसे उसके घर के भीतर आता है, उन घटनाओं को यहाँ पर पढ़े जाते हैं। ഇവിടെ നിന്ന് 3-4 കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. यहाँ पर रहकर कुछ 3-4 बातों को समझने के लिए, मनन करने के लिए मैं इच्छा रखता हूँ। ഈ ഇവിടെ വായിച്ച ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ. यहाँ पर पढ़ा हुआ भाग आप जानते हैं। യേശു പറഞ്ഞ വാക്യമാണ്, यीशु ने इस प्रकार से कहा था, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ, ये भी अब्राहम का पुत्र है, इसलिए ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. आज इस घर में उद्धार आया है। ഈ സക്കായിയുടെ വീട്ടിന് രക്ഷ വരുവാനുള്ള ഒരു കാരണം, जक्कई के घर में उद्धार आने का एक कारण यह है, ഇവൻ അബ്രഹാമിന്റെ മകനാകൊണ്ടാണ്. अब्राहम का पुत्र है, इसी के कारण से हैं। യേശു കർത്താവ് പറഞ്ഞു, ഞാന് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ് വന്നിരിക്കുന്നത്. यीशु मसीह ने एक बार इस प्रकार से कहा कि मैं इज़राइल के खोए हुए भेड़ को ढूंढने के लिए आया हूं। അപ്പം ഇദ്ദേഹം അബ്രഹാമിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. तो ये व्यक्ति जक्कई जो है अब्राहम के उस कुटुंब या उस परिवार में से संबंधित रखने वाला एक व्यक्ति है। വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ सालों बीतने के पश्चात ആരാധനയില്ലാത്തവനായി, बिना आराधना के, ദൈവിക സമ്പർക്കമില്ലാത്തവനായി, परमेश्वर के साथ कोई आमीन संपर्क या संबंध ना रखते हुए, കേവലം ഒരു ജോലിക്കാരനായി, केवल एक नौकरी करने वाले के समान, ഒരു ഹൈ ഓഫീസറായി, एक उच्च पदवी में बैठने वाले एक सरदार या अधिकारी के समान അദ്ദേഹം മുമ്പോട്ട് പോകുകയാണ്. ये व्यक्ति जो है अपने जीवन को काट रहे थे। ഇന്ന് നമ്മൾ കാണുന്നതും ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയ്ക്കുമായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. आज हम देखने वाले एक विषय को विशेष प्रार्थना और आप सभी के ध्यान में लेकर आने के लिए मैं एक विषय को कहना चाहता हूं। അനേകരുടെ വിശ്വാസവും തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. अनेक लोगों का विश्वास जो है इन दिनों में ठंडा होते जा रहा है। പുതിയ തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. नए पीढ़ी जो है वह परमेश्वर से या प्रभु के संबंध से वे दूर होते जा रहे हैं। നമ്മൾ വിചാരിക്കുന്ന നിലകളിൽ നമ്മുടെ അടുത്ത തലമുറ ദൈവിക ഭാഗത്ത് നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. हम जैसे चाहते हैं या हम जैसे समझ रहे हैं, सोच रहे हैं, वैसे हमारी आने वाली पीढ़ी जो है वो प्रभु की उपस्थिति में खड़े नहीं रह पाते हैं। ये हमें समझना है और ये ध्यान भी रखना है। അവർക്ക് ജോലിയുണ്ട്, उनको नौकरी है, അവർക്ക് നന്നായിട്ട് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്, वे अच्छे से अपनी शिक्षा को प्राप्त कर पा रहे हैं, അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമുണ്ട്, उनके जीवन में सारी आर्थिक स्थिति में वे अच्छी अवस्था में हैं,
വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. कई बार वे लोग विदेशों में जाकर अपने नौकरी को कर रहे हैं। നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച നിലകളിൽ തന്നെ നമ്മുടെ തലമുറ എത്തിച്ചേരുന്നുണ്ട്. हमारी माता-पिताओं ने जिस प्रकार से एक समय प्रार्थना किया था, वही स्तर में अपने बच्चे आज पहुँच चुके हैं। എന്നാൽ തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത് ഇവിടെ ഒരു സന്ദേശമായിട്ട് നമ്മൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. यहाँ पर लेकिन एक संदेश हमें वचन से ये बात को बताया जाता है कि आने वाली जो पीढ़ी है, वे परमेश्वर के लिए खड़े नहीं रहते हैं, प्रभु के कार्यों में नहीं लगे हैं। നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുകയാണ്. हमारे पीढ़ी के प्रति बड़े प्रार्थना और बड़े आमीन प्रभु के उपस्थिति में एक समर्पण का अनुभव होना बहुत आवश्यक हो चुका है। ആമേൻ. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ ഒരു ദിവസം ദൈവസന്നിധിയിലേക്ക് വരുവാൻ തക്കോണം ഇടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. निश्चित रीति से आप प्रार्थना करेंगे तो आपकी जो पीढ़ी जो है वे एक दिन प्रभु में लौट कर आएगी, इस बात का मैं आपको भरोसा दिलाता हूं। ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. वचन की ओर हम लौट कर आते हैं। ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്നാണ് യേശു കർത്താവ് പറയുന്നത്. यीशु मसीह इस प्रकार से कहता है कि आज इस घर में उद्धार आया है, इसीलिए कि यह भी अब्राहम का पुत्र है। എന്താണ് അബ്രഹാമിന്റെ മകനാണെന്ന് യേശു കർത്താവ് സക്കായിയെ കുറിച്ച് പറഞ്ഞത്? ये क्या कारण होगा कि जक्कई के विषय में यीशु मसीह इस प्रकार से कहता है कि ये भी अब्राहम का पुत्र हैं। ആ വിഷയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. उन बातों के बारे में आज यहाँ पर हम कुछ समय के लिए मनन करने के लिए जा रहे हैं। യേശു കർത്താവ് അബ്രഹാമിന്റെ മകനെന്ന് സക്കായിയെ കുറിച്ച് പറയണമെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെയോ ജീവിതത്തിൽ ഒരു മാറ്റമുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണെന്ന് ഇവിടെ കാണുവാൻ തക്കോണം സാധിക്കും. यीशु मसीह यदि इस प्रकार से कहता है कि जक्कई जो है अब्राहम के पुत्र है, तो अब्राहम के जीवन के अंदर की कुछ तो एक बात जो विशेषता के रूप में पाई जाती है, वो यीशु मसीह यहाँ पर हमें बताना चाहता है। ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. ये प्रार्थना में भाग लेने वाले हर एक माता पिताओं से एक बात को मैं आपको बताना चाहूंगा। നമ്മുടെ പേരും കർത്താവ് പറയണം. हमारा नाम भी हमारा परमेश्वर हमें उल्लेख करना है। നമ്മുടെ പേര് സമൂഹം പറയണം. हमारा नाम जो है हमारा समूह हमारे बारे में बताना है। ഇവനൊരു സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകണം. हमारे विषय में हमारे स्वभाव में एक बड़ी विशेषता बड़ी है, ऐसे बोलने के लिए लोग आमीन तैयार होना चाहिए। ഈ ഈ സക്കായിയുടെ പിതാക്കന്മാർ വളരെ ആൾക്കാരുണ്ടെങ്കിലും ये जक्कई को या जक्कई के जो परिवार या पिता जो पुरखाएं हैं बहुत सारे हैं, तो भी യേശു കർത്താവ് अब्राहमिന്റെ പേരാണ് ഈ സക്കായിയെ കുറിച്ച് പറഞ്ഞത്. यीशु मसीह जो है अब्राहम के नाम को लेकर सकाई को जक्कई के विषय में संबोधित करता है। ഇവനും അബ്രഹാമിന്റെ മകൻ, ये भी अब्राहम का पुत्र है, इस प्रकार कह रहा है। അവൻ പ്രിയമുള്ളവരെ, അബ്രഹാമിന് ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ഉന്നതമായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. प्रिय लोगों, ये बात को हमें जानना जरूरी है कि अब्राहम के जीवन में कुछ ऐसी अच्छी स्वभाव या ऐसे चरित्र थे जो बताने लायक कहा जाता है। ഇന്ന് പകലിൽ ഈ രാവിലെ സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ സ്വഭാവ ശ്രേഷ്ഠത ഉള്ളവരാണെങ്കിൽ ദൈവം നമ്മെക്കുറിച്ചും പറയുമെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്.
आज दोपहर के समय या सुबह के समय में ये बात को हमें समझना ज़रूरी है कि हम भी यदि हमारे जीवन में कुछ अच्छे स्वभाव या चरित्र रहेंगे, तो परमेश्वर आपके हमारे विषय में कुछ बातों को कहेगा, ये हमें भूलना नहीं है। ഈ യേശു കർത്താവ് അബ്രഹാമിന്റെ മകനാണെന്ന് സക്കായിയെ കുറിച്ച് പറഞ്ഞത് यीशु मसीह जो है, जक्कई के विषय में इस प्रकार से कह रहा है कि ये अब्राहम का पुत्र है। സക്കായിൽ അബ്രഹാമിന്റെ സ്വഭാവത്തോട് ചേർന്ന് വരുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. जक्कई के अंदर अब्राहम के जो स्वभाव या चरित्र है, उससे मेल खाने वाले कुछ स्वभाव इसके अंदर भी रहा था। ഞാൻ ഈ 10 വാക്യത്തിൽ प्रभु के दास इस प्रकार से कहता है कि ये 10 आयत के अंदर 4 കാര്യങ്ങൾ അബ്രഹാമിന്റെ സ്വഭാവം സക്കായിലും ഉണ്ടെന്ന് മനസ്സിലാക്കി. 4 ऐसे स्वभाव जो अब्राहम के जीवन में रहा है, वो जक्कई के अंदर भी है, ये मैं समझ पाया हूँ। അബ്രഹാമിന്റെ സ്വഭാവത്തിന്റെ ചില ഗുണങ്ങൾ സക്കായിയിൽ ഉണ്ടായിരുന്നു. अब्राहम के स्वभाव में जो कुछ अच्छी बातें थी, वो इस जक्कई के जीवन में भी पाया जाता है। നിങ്ങള് ഇത് വായിച്ച് പ്രിയമുള്ളവരെ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. मैं ये विश्वास करता हूँ कि आप अब इस वचन को जो व्यक्तिगत रीति से पढ़कर मनन करेंगे, तो शायद इससे भी ज़्यादा ऐसे बातों को आप इसमें से ढूँढ कर निकाल पाएँगे। നമുക്ക് എല്ലാവർക്കും അറിയാം സക്കായി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് സക്കായി ആണെങ്കിലും നമ്മൾ കാണേണ്ടത് അദ്ദേഹം വളർച്ചയിൽ വളരെ കുറിയവനായിരുന്നു. हम सब जानते हैं कि जक्कई नाम का अर्थ क्या है। कई बार हम जक्कई नाम को पुकारते हैं, लेकिन ये बात को हमें ध्यान रखना है कि ये जक्कई नाम के जो व्यक्ति हैं, वो नाठा था। അവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് हम वहाँ पर एक बात को इस प्रकार से समझना ज़रूरी है। നമ്മുടെ അംഗവൈകല്യങ്ങൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതിന് തടസ്സമല്ലെന്ന് നമ്മൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. हमारे शरीर के अंदर की कोई भी कमी या घटी परमेश्वर के करीब हमें पहुँचाने के लिए वो एक रुकावट नहीं है, ये बात को हमें समझ लेना है। അംഗവൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് അടുക്കാതിരിക്കാനുള്ള ഒരു കാര്യമല്ല. हमारे शरीर में कोई भी कमी या घटी जो है, किसी भी प्रकार का क्यों ना हो, वो परमेश्वर के करीब हमें पहुँचाने के लिए वो एक रुकावट है, ये हमें कभी सोचना नहीं है। എന്റെ ഇന്ന രോഗം മാറിയാൽ ഞാൻ കർത്താവിനെ സേവിക്കാമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. मैंने ऐसे बहुत सारे लोगों को देखा हूँ, जो इस प्रकार से कहते हैं कि मेरी ये बीमारी चली जाए, तो मैं परमेश्वर की सेवा करूँगा। എനിക്ക് ഇന്ന കാര്യം ദൈവം തന്നാൽ ഞാൻ കർത്താവിനെ സേവിക്കാമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. मैं ऐसे लोगों को भी देखा हूँ, जो इस प्रकार से कहते हैं कि मेरे जीवन में परमेश्वर ऐसे-ऐसे कार्यों को दे, तो मैं परमेश्वर की सेवा करने लगूँगा। എന്നാൽ യാതൊരു ഉപാധികളും വെക്കാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അംഗവൈകല്യമുള്ള സക്കായി. लेकिन कोई भी प्रकार की कोई शर्तों को ना रखते हुए, आमीन, ऐसा एक व्यक्ति जो जक्कई, जो नाठा था, फिर भी वो प्रभु के पास आने के लिए भी तैयार हो गया। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് നമ്മൾ അടുക്കുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. प्रिय लोगों, हम अपने जीवन में ये बात को ध्यान रखना है कि हम परमेश्वर के करीब चले आए और प्रभु हमें निश्चय आशीष देगा। ഒന്നാമതായി അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യം യേശു നോക്കിയപ്പോൾ സക്കായിൽ പ്രകടമായത് മൂന്നാമത്തെ വാക്യമാണ്. पहली बात जो है, अब्राहम के जीवन में पाए जाने वाला एक गुण या स्वभाव या जो चरित्र है, यीशु ने जब जक्कई के जीवन में देखा, तो उसकी तीसरे आयत में हम उस बात को पढ़ पाते हैं। അവിടെ വായിക്കുന്ന യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. वहां पर इस प्रकार से पढ़ा जाता है कि यीशु को देखना चाहता था कि वे कौन सा है। അദ്ദേഹത്തിന്
അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. उसके जो इतिहास के पृष्ठभूमि के पास मैं नहीं जा रहा हूँ। യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് സക്കായിൽ ഒരു ആഗ്രഹമുണ്ടായി. यीशु कौन है ये देखने का एक इच्छा जक्कई के अंदर उत्पन्न होता है। ഇത് വേദശാസ്ത്രിമാരുടെ ഇടയിലുള്ള ചെറിയൊരു അഭിപ്രായം, या वचन पढ़ने वाले लोग जो हैं उनके बीच में एक छोटी सी राय वो लोग इस प्रकार इस विषय पर रखते हैं। കുംഭസ്ഥലത്തിരുന്ന മത്തായിയെ अपने गलतियों को कबूल करने के लिए बैठा हुआ जो मती है, കർത്താവ് വിളിച്ചു, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. और यीशु मसीह उसे बुलाता है, उससे बोलता है कि तू मेरा पीछा कर। ആ മത്തായി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ പ്രകടമായ സ്വഭാവ നിമിത്തം वो मती जाने के पश्चात उसके अंदर प्रकट हुआ उसके स्वभाव के कारण യേശു എന്താണ് ഇത്ര വിശിഷ്ടമായ ഒരു വ്യക്തി എന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സക്കായി. यीशु मसीह कैसा है, ये ऐसा इसके अंदर कौन सी खूबियां हैं, ये देखने को इच्छा करने वाला एक व्यक्ति था जक्कई। ഞാന് അവിടെ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ദൂത് പറയാം. मैं वचन के अंदर प्रवेश करने से पहले एक संदेश आपको देना चाहता हूं। നമുക്ക് യേശുവിനെ കണ്ടു കഴിയുമ്പോൾ നമ്മളിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. हम और आप यीशु मसीह को देखने के पश्चात हमारे जीवन के अंदर कुछ ऐसे बदलाहट होना जरूरी है। നമ്മളിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവ രൂപീകരണങ്ങൾ ഉണ്ടാകണം. हमारे अंदर यीशु मसीह के द्वारा बदला हुआ जो स्वभाव है, चरित्र का निर्माण होना जरूरी है। എന്നാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ വീക്ഷിക്കുകയുള്ളൂ. ऐसा एक बदलावट यदि हमारे जीवन में हो तो ही हमें बाकी के लोग, बाहर के लोग जो हैं, हमें वो ध्यान देंगे। ഇന്ന് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന പലരിലും സ്വഭാവത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. आज प्रभु के बच्चे हैं, ऐसे कहलाने वाले अधिकतर लोगों के जीवन में कोई भी प्रकार की स्वभाव में बदलावट नहीं पाए जाते हैं। അതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. इसलिए कोई उनको ध्यान नहीं देते हैं। ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയുടെ മാറ്റങ്ങൾ സക്കായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. चुंगी लेने वाला मत्ती का जीवन में आए हुए बदलाहटों को जक्कई ध्यान से देख रहा था। നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. हमारे जीवन में आने वाली बदलाहटों को बाहर के लोग ध्यान से देख रहे हैं, बातों को हमें भूलना नहीं है। ഈ മാറ്റം യേശുവിനെ കാണുവാനായിട്ട് സക്കായി ശ്രമിക്കുകയായിരുന്നു. और इस बदलाहट के कारण जक्कई परमेश्वर को देखने के लिए वे चाहत और इच्छा रख रहे थे। പലപ്പോഴും ആഗ്രഹിച്ചു. कई बार उसने इच्छा किया, യേശുവിനെ എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണമെന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. वो देखना चाहता था कि यीशु कौन सा है, और इस विषय में कई बार ये सोच विचार भी कर रहे थे कि मैं यीशु को कैसे मुलाकात करूं। ആ ആഗ്രഹം യെരിഹോവിൽ ഒരു ദിവസം യേശു എത്തി. और उस आग्रह के पश्चात हम देखते हैं यरीहो में एक दिन यीशु पहुंचता है। പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. प्रिय लोगों, मैं आपको एक और बात को याद दिलाना चाहूंगा। അടക്കാനാവാത്ത ചില ആഗ്രഹങ്ങൾ यहाँ पर अपने जीवन के अंदर समा नहीं पाने वाले ऐसी कई इच्छाओं को, നമ്മുടെ അടക്കാനാവാത്ത ചില ആവശ്യങ്ങൾ हमारे जीवन में कई ऐसी आवश्यकताओं को जो हम समा नहीं पाते हैं। ഈ ഗ്രൂപ്പിലുള്ള എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? इस ग्रुप में कितने लोग ऐसी प्रार्थनाओं को करते हैं? അവരോട് ദൈവത്തിന്റെ ഒരു സന്ദേശം ഞാൻ പറയുകയാണ്.
आप सभी से परमेश्वर का एक संदेश को मैं बांटना चाहता हूं। ദൈവം ഒരു ദിവസം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ ആവശ്യത്തിൽ ഇറങ്ങി വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. एक दिन वो परमेश्वर हमारे भवन के भीतर, हमारी आवश्यकताओं के भीतर उतर आने वाला प्रभु है, यह हमें विश्वास करना जरूरी है। യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. यीशु मसीह किस प्रकार का व्यक्ति है, ये देखने के लिए जक्कई ने इच्छा प्रकट किया। എങ്ങനെ ഉള്ളവനെന്ന് കാണുവാനായിട്ട് ഒരു ശ്രമം നടത്തി. और यीशु मसीह कैसा दिखता है, कौन है, ये जानने के लिए उसने एक परिश्रम को किया। ഇത് അബ്രഹാമിനുള്ള ഒരു സ്വഭാവ ഗുണമാണ്. ये जो स्वभाव या ये जो चरित्र, ये गुण है, ये अब्राहम के अंदर भी पाया जाता है। അബ്രഹാമിനെ കുറിച്ച് ദൈവത്തെ അന്വേഷിക്കുവാൻ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് മുമ്പ്, ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ അനുഗമിക്കുവാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. अब्राहम के विषय में ये बात को हम जानते हैं कि परमेश्वर उसे बुलाकर अलग करने से पहले ही वे परमेश्वर को खोजने वाला और प्रभु के बारे में इच्छा रखने वाला एक व्यक्ति था। നിങ്ങളെ ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം എടുക്കണം. आपके पास बाइबल है तो आप उत्पत्ति की किताब उसका 11 अध्याय को आपको खोलना है। 31-ാം വാക്യവും 31-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. उसके 31 आयत में इस प्रकार से लिखा गया है, തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും तेरह अपने पुत्र अब्राहम को ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും और हारान के जो पुत्र है उसका पुत्र को लूत को भी തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായെയും और उसके बाद इस प्रकार से लिखा है कि अपनी बहू सारे जो उसके पुत्र अब्राहम की पत्नी थी കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. इन सबों को लेकर कसदियों के ऊर नगर से निकल कनान देश जाने को चला। 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ फिर हम उसके बाद 12 अध्याय में जब हम आते हैं, ഇവിടെ വെച്ചാണ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്. यहाँ पर हम वचन में पढ़ पाते हैं कि परमेश्वर अब्राहम से बातें करता है। ഒരു അബ്രഹാമും തേരഹും ലോത്തും അവരുടെ ഭാര്യമാരും അതെ കനാൻ ദേശത്തേക്ക് അതെ പോകുവാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. यहाँ पर हम देख सकते हैं कि अब्राहम अपने पिता तेरह और आमेन हारान और उसके पुत्र और अब्राहम की पत्नी, ये सब लोग कनान देश को जाने के लिए वे यात्रा में निकल पड़ चुके हैं। യേശുവിനെ കാണാൻ ശ്രമിച്ച സക്കായിക്ക്, यीशु मसीह को देखने के लिए प्रयत्न किया हुआ जक्कई को അതെ അബ്രഹാമിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. अब्राहम में ये जो चरित्र पाए जाते हैं, गुण पाए जाते हैं, वो जक्कई के अंदर भी पाया जाता है। യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചതുപോലെ यीशु मसीह किस प्रकार का है, कौन है, ये जानने के लिए जैसे उसने प्रयत्न किया, അബ്രഹാമും കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് കാണുന്നു. अब्राहम भी कनान को देखने के लिए यात्रा में निकल पड़े, इस बात को वचन में पढ़ते हैं। അബ്രഹാം അവിടെ കനാൻ ദേശത്തേക്ക് പുറപ്പെടുകയാണ്. अब्राहम जो है वहां कनान की ओर यात्रा में चले गए हैं। ഒരു നല്ല ദേശത്ത് ചെന്ന് പാർക്കണമെന്ന് അബ്രഹാമിന് തോന്നി. एक अच्छा देश में या एक जगह में जाकर निवास करना है, ऐसे अब्राहम को लगने लगा। അവിടെ ചെന്നാൽ എന്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അബ്രഹാം പ്രതീക്ഷിക്കുകയാണ്. वहां जाने के पश्चात मेरे जीवन में कई आशीषों को मैं प्राप्त करूंगा, ये बात के विषय में अब्राहम इच्छा और आशा रखा हुआ है।
യേശുവിനെ കാണാനായിട്ട് ശ്രമിക്കുകയാണ് സക്കായി ഇവിടെ. यहाँ पर नए नियम में वचन में हमने पढ़ा है कि यीशु मसीह को देखने का एक प्रयत्न कोशिश जक्कई यहाँ पर कर रहा है। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണാൻ നമ്മൾ ശ്രമിക്കണം. प्रिय लोगों, हम अपने जीवन में भी ये बात को ध्यान रखना जरूरी है कि हम यीशु मसीह को देखने का एक कोशिश हमारे जीवन में रहना है। പൗലോസ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയണം. पौलुस इस प्रकार से वचन में कहता है कि ये मसीह के बारे में मैं ज्यादा जानना चाहता हूं। എനിക്ക് അറിഞ്ഞത് പോരാ, मैंने आज तक जितना जाना है वो काफी नहीं है, കൂടുതലായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. और अधिक मैं उसे अनुभव करना चाहता हूं। അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? क्या उस कार्य के लिए हम कोशिश कर रहे हैं क्या? യേശുവുമായി ഒന്ന് കാണണമെന്നും യേശു എങ്ങനെ ഉള്ളവനാണെന്ന് ഒന്ന് അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? यीशु मसीह को मुलाकात करना है या यीशु मसीह कैसा है, कौन है, ये जानने का एक प्रयास, ये प्रयत्न हम कर रहे हैं क्या? നമ്മള് ഒന്ന് യേശുവിനെ കണ്ടു, हमने एक बार यीशु मसीह को अपने जीवन में देखा होगा, യേശുവിനെ കൂടുതലായിട്ടൊന്ന് അറിയുവാനായിട്ട് നമ്മൾ ശ്രമം നടത്തണം. यीशु मसीह को और बेहतर जानने के लिए वो कौन है ये समझने के लिए हम अपने जीवन में कई कोशिशों को करना है। നമ്മൾ പലപ്പോഴും യേശുവിനെ കൂടുതൽ അറിയുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. हमारे जीवन में से एक दुखद घटना यह है कि कई बार हम यीशु को कौन है ये बेहतर समझने की कोशिश हम नहीं करते हैं। നമുക്ക് യേശുവിനെ നമുക്കറിയാവുന്നത് രോഗസൗഖ്യം തരുന്ന ഒരു യേശുവിനെ മാത്രമേ നമുക്കറിയാവുള്ളൂ. अधिकतर लोगों को यीशु मसीह एक बीमारियों में से चंगाई देने वाला परमेश्वर है, इसी के बारे में वे जानकारी रखते हैं। സാമ്പത്തികമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ പിന്നെ കൂടുതലായിട്ട് അറിയുന്നത്. कई बार हमें आर्थिक रीति से ज्यादा आशीष देने वाला एक यीशु को हम ज्यादा पहचानते हैं। നമ്മളെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ അറിയുന്നത്. हमें उन्नति की ओर लेकर जाने वाला एक यीशु को हम ज्यादा पहचानते हैं। ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. हम ये नहीं कहना चाहते हैं कि ये कोई हमारे जीवन में जरूरी नहीं है, എന്നാൽ ഇതിന്റെ അപ്പുറത്തായി യേശുവിനെ ഒന്നും കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. लेकिन इससे भी बढ़कर यीशु मसीह को एक और बार हम अपने जीवन में कौन है करके जांचना बहुत आवश्यक हुआ है। അതേ, യേശു കർത്താവ് നമ്മളെ നിത്യജീവനിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും അത് കൂടുതലായി ശ്രമത്തോടെ പഠിക്കുകയും ചെയ്യേണ്ടതാണ്. यीशु मसीह जो है हमें अनंतता के जीवन तक पहुंचाने के लिए वो काबिल है, वो सर्वशक्तिमान है, और उसी के बारे में ज्यादा जानने का एक प्रयास और कोशिश हमारे जीवन में होना जरूरी है। യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. और यहाँ पर वचन कहता है कि यीशु कौन है ये जानने का एक प्रयास वो करता है। നമ്മുടെ ശ്രമങ്ങൾ ഒരു ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലെ അതേ ആക്ഷനിലേക്ക് കൊണ്ടുപോകണം. हमारे जीवन में जो हम प्रयत्नों को करते हैं वो हमें प्रभु के करीब ले जाने के लिए वो कार्यरत होना है। ശ്രമിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടി അത് എന്തൊക്കെ ചെയ്യാമെന്ന് പ്ലാനുകൾ തയ്യാറാക്കണം. केवल प्रयत्न करना ही काफी नहीं है, परंतु उसके अंदर क्या क्या फेरबदल लाना है और कैसे उसको उस अंतिम स्थान तक पहुंचाना है, इसके विषय में भी हमें कई योजनाओं को बनाना है। അതെ, നമ്മള് പിന്നെ അതിന് കൂടുതലായിട്ട് ശ്രമിക്കണം. और ये बात के प्रति हमें और अधिक कोशिश और प्रयत्नों को करना है। യേശുവിനെ ഒന്ന് കാണുവാനായിട്ട് ചില പദ്ധതികൾ അതേ സക്കായി തയ്യാറാക്കുകയാണ്.
यीशु मसीह को देखने के लिए कई ऐसे कार्यों को जक्कई यहाँ पर तैयार कर रहा है। നമുക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ പുതിയ പുതിയ ശ്രമങ്ങൾ, പുതിയ പുതിയ പിന്നെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകും. जब हम कुछ चीजों को देख नहीं पाते हैं, समझ नहीं पाते, परंतु उसके प्रति हम प्रयत्नों को, कोशिशों को करते रहते हैं, तो और अधिक कार्यों को हम अपने जीवन में समझ पाते हैं और परमेश्वर का एक आमना-सामना हमारे जीवन में होने के लिए वे तैयार होते हैं। രണ്ട് കാര്യങ്ങൾ താൻ ശ്രമിച്ചു, 2 कार्यों के प्रति उसने कोशिश को किया അത് രണ്ടും പരാജയത്തിലേക്ക് പോയി. और दोनों उसके जीवन में पराजय को उसको सामना करना पड़ा। ഒന്ന്, അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ വളർച്ചയിൽ കുറുകിയവനാണ്. एक जक्कई अपने आप में जानता है कि वे अपने कद में नाटा है। മറ്റുള്ളവർ കാണുന്നത് പോലെ എനിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. जैसे बाकी लोग यीशु मसीह को देखेंगे, वैसे मैं यीशु मसीह को देख नहीं पाऊंगा। രണ്ടാമത്തെ കാര്യം, പുരുഷാര നിമിത്തം കാണുവാനായിട്ട് സാധ്യമായില്ല. दूसरी बात वचन में कहता है कि भीड़ के कारण वो यीशु को देख नहीं पाया। പ്രിയമുള്ളവരെ, നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കാര്യത്തിലേക്ക് प्रिय लोगों, हम और आप जहां तक पहुंच नहीं पाते हैं, वहां तक हमें ले जाने के लिए എങ്ങനെ നമുക്ക് അവിടെ എത്താമെന്ന് നമ്മൾ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ പഠിക്കുകയും ചെയ്യണം. कैसे हम वहां तक पहुंच सकते हैं, इसके प्रति हम प्रभु के वचन में आमेन अपने बुनियाद को रखते हुए हम वचन को सीखना और मनन करना जरूरी है। അവൻ മുമ്പോട്ട് ഓടി और वो आगे की ओर दौड़ कर गया। ഒരു കാട്ടത്തിന്മേൽ കയറി എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. वचन इस प्रकार से कहता है कि गूलर के पेड़ पर वो चढ़ गया। യേശുവിനെ കാണുവാൻ താൻ കാട്ടത്തിന്മേൽ കയറി. यीशु मसीह को देखने के लिए वे गूलर के पेड़ के ऊपर चढ़ जाता है। ഞാന് പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, मैंने कई लोगों को प्रचार करते हुए इस प्रकार से सुना है, ഇവൻ എന്തിനാ കാട്ടത്തിന്മേൽ കയറിയത്? ये क्यों इस गूलर के पेड़ के ऊपर चढ़ा? വേറെ മരം ഇല്ലായിരുന്നോ? क्या वहां पे और कोई पेड़ नहीं था क्या? അവ കാട്ടത്തിന്മേൽ എന്തിനാണ് കയറിയത്? ये गूलर के पेड़ के ऊपर क्यों चढ़ना था इसे? കാട്ടത്തിന്മേൽ കയറിയത് മോശമായി പോയില്ലേ? वे गूलर के पेड़ के ऊपर चढ़ा, ये एक खराब बात रहा है। എന്നാൽ ഒരു കാര്യം ഞാൻ അവിടെ സന്തോഷത്തോടെ പറയാം, परंतु मैं एक बात बड़े आनंद के साथ कहना चाहूंगा, എന്റെ ശ്രമങ്ങൾ അതെ പാഴായി പോകരുതെന്ന് ഓർത്താണ് കുറിയവനായ ഈ വ്യക്തി കവരങ്ങളുള്ള ഈ മരത്തിൽ കയറുന്നത്. अपने आमीन परिश्रम या कोशिश व्यर्थ ना हो जाए, इसलिए ये नाटा व्यक्ति जो है तुरंत जाकर उस गूलर के पेड़ पर चढ़ जाता है। അതായത് ഈ കാട്ടത്തിയുടെ അടി അടി മുതല് പുതിയ പുതിയ ശാഖകൾ, അതായത് കയറി പോകാൻ എളുപ്പത്തിൽ കമ്പിൾ പിടിച്ചുകൊണ്ട് കയറാൻ എളുപ്പമാണ്. यहाँ पर हम ये गूलर के पेड़ के विषय में देखेंगे तो ये पेड़ जो है कई ऐसी आमीन उसकी डालियां रहती हैं, तो उसमें से पकड़कर ऊपर चढ़ना बहुत आसान हो जाता है। ഒരു പക്ഷെങ്കിൽ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നെങ്കിൽ സഖായിക്ക് കയറാൻ സാധ്യമാകില്ലായിരുന്നു. मान लीजिए वहां पर इस गूलर के पेड़ के जगह पर एक नारियल का पेड़ होता, तो जक्कई को उसके ऊपर चढ़ना एक कठिन बात रह जाता। അതെ, ഒരു വൻമരം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കയറാൻ സാധ്യമായില്ലായിരുന്നു. एक जंगली पेड़ वहां पर होता, तो वहां पर उसे उस पेड़ के ऊपर चढ़ना असंभव के बराबर रहता। അവൻ കാട്ടത്തിന്മേൽ കയറി. और यहाँ पर हम पढ़ते हैं कि वे उस गूलर के पेड़ पर चढ़ गए। യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് താൻ കാട്ടത്തിന്മേൽ കയറുകയാണ്. यीशु मसीह कैसा है ये देखने की इच्छा के कारण वे गूलर के पेड़ के ऊपर चढ़ जाता है। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് നമ്മള് യേശുവിനെ കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ
സക്കായിയുടെ ജീവിതത്തിൽ അത് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കണം. और प्रिय लोगों, जब हम इस विषय को हम पढ़ते हैं तो जक्कई के इस बात को अब्राहम के जीवन के चरित्र के साथ तुलना करते हुए हमें पढ़ने की, अध्ययन करने की कोशिश करना है। ആമേൻ. ആ, ആ, അബ്രഹാമിന്റെ ജീവിതത്തിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ अब्राहम के जीवन के विषय में जब उत्पत्ति 12 में जब हम आते हैं, 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 12 अध्याय में हम इस प्रकार से वचन में पढ़ते हैं कि परमेश्वर ने ഞാൻ നിന്നെ अब्राहम से इस प्रकार से कहा, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. और इस प्रकार से परमेश्वर कहता है कि जो देश में तुझे दिखाने के लिए हूं, वहां पर तू चले जाना। ആ ദൈവിക പ്രത്യക്ഷത താൻ പിന്നെ വൃഥാവാക്കി കളഞ്ഞില്ല. और वो परमेश्वर का जो प्रतिज्ञा है उसे उसने अपने जीवन से व्यर्थ होने नहीं दिया। കാട്ടത്തിമേൽ കയറിയ അതേ സക്കായി जो गूलर के पेड़ के ऊपर चढ़ा हुआ जक्कई जो है, സക്കായി പറഞ്ഞു, യേശു കർത്താവ് സക്കായിയോട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, ഇറങ്ങി വരാൻ പറഞ്ഞു. यीशु मसीह जक्कई को ऊपर देखकर इस प्रकार से कहने लगा कि तू नीचे उतरा, मैं तेरे घर में आज भोजन करूंगा। നോക്കുക, എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുന്നു. यहाँ पर आप एक बात को ध्यान देना है कि कौन है, ये कैसा दिखता है, ये जानने की कोशिश, प्रयत्न को वो कर रहा है। കാട്ടത്തിമേൽ കയറുന്നു. और उसके पश्चात जक्कई जो है गूलर के पेड़ के ऊपर चढ़ जाता है। അവൻ അബ്രഹാം ദൈവത്തിന്റെ പ്രത്യക്ഷത, ദൈവത്തിന്റെ സന്ദേശം ഏറ്റുവാങ്ങിക്കുമ്പോൾ അബ്രഹാം ആദ്യം ദൈവം അവനോട് സംസാരിച്ചില്ലായിരുന്നു. और पहले अब्राहम के सामने जब परमेश्वर का मुलाकात होता है तो उससे पहले परमेश्वर अब्राहम से कोई बातें नहीं किया था। അവൻ കനാൻ നാട്ടിലേക്ക് പോകുകയാണ്. वे कनान जाने के लिए वे सारी परिवार यात्राओं में लगे हुए थे। ആ സമയത്താണ് 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്. और ऐसे एक अवसर में परमेश्वर जो है 12वें अध्याय में अब्राहम से सीधे सीधे बात करता है। പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രമങ്ങൾ ആമേൻ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരണം. प्रिय लोगों, हमारी जो कोशिशें हैं हमारे खून में मिल जाना जरूरी है। അങ്ങനെ അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോഴാണ് ആ ഗുണങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വരുന്നത്. और ऐसे जब हमारे खून में ऐसे स्वभाव मिल जाते हैं तो ऐसी जो गुण हैं वो आने वाले पीढ़ी के लिए भी वे कार्यरत रहेगी। അബ്രഹാം പലപ്പോഴും ദൈവത്തെ കാണുവാനായിട്ട് പല സ്ഥലങ്ങളിൽ കൂടാരം വിട്ട് പല ഭാഗത്തേക്ക് പോയതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. वचन में इस प्रकार से देखते हैं कि परमेश्वर से भेंट करने के लिए, मुलाकात करने के लिए अब्राहम अपने तंबुओं को बदल बदल कर अलग अलग स्थानों में रखते थे। മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായെന്ന് വായിക്കുന്നു. वचन इस प्रकार से हमें बताता है कि ममरे के उस छोटी पर परमेश्वर अब्राहम से आमीन सामने मुलाकात करता है। അവൻ നോക്കുക, സക്കായി ദൈവത്തെ കാണുവാനുള്ള ഒരു കാര്യം ഇവൻ അബ്രഹാമിന്റെ മകനാകൊണ്ടാണ്. देखो, यहाँ पर वचन में हम पढ़ते हैं कि जक्कई यीशु मसीह को देखने का पीछे का एक कारण यह है क्योंकि ये जक्कई जो है अब्राहम का पुत्र कहलाया जा रहा है। മൂന്നാമത്തെ കാര്യം, तीसरी बात हम वचन में पढ़ेंगे, അവൻ ബന്ധപ്പെട്ട് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. तीसरी बात है कि वे तुरंत उतरकर आनंद से उसे अपने घर ले गया। അതിന്റെ 6-ാം വാക്യത്തിലാണ് ആ വാക്യം. छठे आयत में ये बात को हम पढ़ पाते हैं। അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി ദൈവത്തെ സ്വീകരിക്കുകയാണ്. वे तुरंत उतरकर नीचे आकर यीशु मसीह को अपने घर में वो स्वीकार कर रहा है। ഈ സ്വഭാവം അബ്രഹാമിനും ഉണ്ടായിരുന്നു. ऐसा एक स्वभाव जो है अब्राहम के अंदर भी हम पाते हैं।
ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ 18-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ ഒരു അബ്രഹാമിനെ കുറിച്ച് ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാം. और यदि आपके पास बाइबल है तो उत्पत्ति के पुस्तक उसके 18वें अध्याय में इतिहास रचने वाला एक विषय को हम वहां पर पढ़ पाएंगे। അവിടെ മമ്രിയുടെ തോപ്പിൽ വെച്ച് അവന് പ്രത്യക്ഷനായ ദൈവത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ममरे के उस छोटी पर परमेश्वर के आमीन प्रत्यक्ष रूप में उसे आमना सामना मुलाकात करने का एक अवसर के विषय में वहां पर हम देखते हैं। 3 പുരുഷന്മാർ തനിക്കെതിരെ വരുന്നത് കാണുന്നു. 3 लोग जो हैं अब्राहम के घर के सामने आते हुए वो देख पा रहे हैं। അവരെ നേരെ നിൽക്കുന്ന ആ പുരുഷന്മാരെ उसके सामने आने वाले उन लोगों को അവരെ അബ്രഹാം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു. उन लोगों को स्वीकार करते हुए हम वहां पर वचन में पढ़ पाएंगे। 3 പേര് അബ്രഹാമിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ കൂടെ പോകുകയാണ്. 3 लोग जो है अब्राहम के तंबू की तरफ के लिए आ रहा था। അവര് ചോദിച്ചില്ല, നീ വന്ന് ഞങ്ങള് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചില്ല. वो आए हुए लोग इस प्रकार से आकर नहीं पूछा कि क्या तुम हमें एक गिलास पानी देंगे। ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. कई बार पूछ कर मांग कर लेने वाले लोग भी होते हैं। അതെ, ഏലിയാവ് ചോദിച്ച് അപ്പത്തിന് വേണ്ടി ചോദിച്ച കാര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. आप ये बात को वचन में पढ़ पाते होंगे कि एलिया ने एक विधवा से रोटी मांग कर खाने वाला एक स्थिति को ഇവിടെ നാം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. यहाँ पर हम पढ़ने के समय में एक बात को हमें समझना जरूरी है। കണ്ടപ്പോഴേ അബ്രഹാം ഓടിച്ചെന്നു. यहाँ इन पुरुषों को देखकर अब्राहम उनकी तरफ दौड़ कर चले जाते हैं, അവരെ കുനിഞ്ഞു. दंडवत करता है അവരോട് കൃപയുണ്ടെങ്കിൽ അടിയങ്ങളെ വിട്ടു പോകരുതേ എന്ന് പറഞ്ഞു. और इस प्रकार से वे कहते हैं कि हे प्रभु, यदि मुझ पर तेरी अनुग्रह की दृष्टि है तो विनती करता हूं कि अपने दास के पास से चले ना जाना। അത് കഴിഞ്ഞിട്ട് അവരുടെ കാലുകൾ കഴുകി. उसके पश्चात हम देखते हैं कि वे उनके पांवों को धोकर അത് കഴിഞ്ഞിട്ട് അവരെ ആ മരത്തിന്റെ കീഴിൽ ഇരുത്തി उनको उस वृक्ष के नीचे विश्राम करने के लिए व्यवस्था किया। എന്നിട്ട് പറഞ്ഞു, ഞാന് നിങ്ങളുടെ വിശപ്പ് അടക്കേണ്ടതിനായിട്ട് ഒരു മുറി അപ്പം കൊണ്ടു തരാമെന്ന് പറഞ്ഞു. उसके पश्चात इस प्रकार से वे कहते हैं कि तुम्हारे भूख को मिटाने के लिए मैं तुम्हें कुछ रोटी को ला कर देता हूं। 6-ാം വാക്യത്തിൽ വായിക്കുന്ന അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു എന്ന് വായിക്കുന്നു. 6ठे आयत में इस प्रकार से हम पढ़ते हैं कि अब्राहम तुरंत तंबू में जाकर सारा के पास चले गए। അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. बड़े आनंद के साथ वे उनको स्वीकार कर रहे हैं ബന്ധപ്പെട്ടില്ലെങ്കിൽ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. और वचन इस प्रकार से कहता है कि बड़े आनंद के साथ यहाँ पर उन्होंने यीशु को स्वीकार किया। സാറായോട് പറഞ്ഞു, നീ 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കണം. और सारा से कहता है कि तू जल्दी आटा गूंद कर फुलके को बनाना है। അതിനുശേഷം അബ്രഹാം നോക്കി നിന്നില്ല. उसके पश्चात अब्राहम वहां पर देखकर बैठा नहीं था, അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. अगले कार्यों को करने के लिए वे तुरंत वो कार्यों में लग जाते हैं। അതെ, തന്റെ തൊഴുത്തിൽ ചെന്ന് പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് वे अपने गाय बैल के झुंड के बीच में जाकर ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് അതിനെ ബാല്യക്കാരന്റെ പക്കൽ ഏൽപ്പിച്ചു. कोमल और अच्छा एक बछड़े को लेकर अपने सेवकों के हाथ में उसे दे दिया। ഒരു ഗസ്റ്റ് വന്നാൽ ഒരു വീട്ടിലെ ബെത്തപ്പാടുകൾ നമുക്ക് നന്നായിട്ട് അറിയാം. एक मेहमान यदि हमारे घर के अंदर आए तो वो घर के लोगों का जो व्यस्त अवस्थाओं को हम समझ पाते हैं। ഒരു വ്യക്തി അവിചാരിതമായി വീട്ടിൽ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ
एक व्यक्ति बिना बताए दोपहर के समय आपके घर के भीतर आते हैं तो നമ്മൾ ചോദിക്കും പിന്നെ ഭക്ഷണം കഴിച്ചതാണോ, ഭക്ഷണം കഴിച്ചതാണോ? और हम उनसे इस प्रकार से सवाल पूछते हैं, क्या आपने खाना खाकर आया है? നമ്മള് മിക്കവാറും ആൾക്കാര് പറയും ഞാൻ കഴിച്ചതാണ്. अधिकतर लोग इस प्रकार से जवाब दे देते हैं कि हम खाकर आए हैं। ഞാന് കഴിച്ചില്ലെങ്കിലും നമ്മൾ പറയും ഞാൻ ഇന്നടത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറയും. नहीं खाए हैं तो भी कई लोग इस प्रकार से कह देते हैं कि मैं फलाना जगह से खाकर आया हूँ। അത് എന്ന് പറഞ്ഞാൽ നമ്മള് കഴിച്ചില്ലെങ്കിലും പറയും കഴിച്ചെന്ന് പറയും. उसका अर्थ इतना ही है कि हम नहीं खाने के पश्चात भी हम बोल देते हैं कि हमने खा लिया। എന്നാൽ നമ്മള് ഒരു വ്യക്തിയെ വിളിക്കുകയാണെന്നിരിക്കട്ടെ. परंतु मान लीजिए कि आपने एक व्यक्ति को अपने घर में बुलाया है। ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഞാൻ എന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണെന്നിരിക്കട്ടെ. मान लीजिए कि अनुवाद करने वाले इस परमेश्वर के दास को परमेश्वर के दास अपने घर में आमंत्रित करता है। ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ക്രമീകരിക്കും. वो यहाँ मेरे घर में आने से पहले मैं कुछ कार्यों को पहले से तैयार कर रखूँगा। കർത്താവിന്റെ ദാസനെ എനിക്ക് പരിചയമില്ല, എന്താണ് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. प्रभु के दास से मैं ज़्यादा मुलाकात नहीं किया हूँ, मैं ये नहीं जानता हूँ कि वे क्या कुछ खाएँगे। എന്താണ് ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ ചെറുതായി ഒന്ന് അന്വേഷിക്കും. मैं हल्का से उसके प्रति जानने की कोशिश करूँगा कि इनको क्या पसंद है और क्या नहीं पसंद है। ആ ഇഷ്ടമുള്ള സാധനം ഞാന് പാചകം ചെയ്യും. उनको क्या कुछ पसंद होता है, वो उसकी तैयारी को करने के लिए मैं उसके सारे इंतज़ाम को करूँगा। അദ്ദേഹം ഇവിടെ വരുമ്പോൾ അതിന് ഞാൻ ഭക്ഷണം തയ്യാർ ചെയ്ത് കൊടുക്കും. और वे आने के पश्चात मैं उनको जो तैयार किए हुए भोजन है, मैं उनको दूँगा। അത് അവിചാരിതമായി കയറി വരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാം, ഉണ്ടതാണോ എന്ന് ചോദിക്കാം. और अचानक से आया हुआ एक व्यक्ति को देखकर मैं शायद पूछ सकता हूँ कि क्या आप खाकर आए हैं क्या? എന്നാൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കും. लेकिन जिसे हमने पहले से आमंत्रण किया है, उन्हें हम पहले से तैयार करके उन्हें खिलाते हैं। വഴിയെ പോകുന്ന ആരെയും നമ്മള് ക്ഷണിക്കാറില്ല. रास्ते से जाने वाले किसी को भी हम अपने घर में आमंत्रित नहीं करते हैं। എന്റെ വീടിന്റെ പടിക്കൽ കൂടെ ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. मेरे घर के जो बाहर के रास्ता है, वहाँ से बहुत सारे लोग यहाँ-वहाँ जाया करते हैं। എന്നാൽ അതിലെ വഴിയെ പോയ 3 പേരെ അബ്രഹാം ക്ഷണിക്കുകയാണ്. लेकिन यहाँ पर हम वचन में देखते हैं कि उसके घर के सामने से गए हुए 3 लोगों को अब्राहम अपने घर में स्वागत करता है। അവർക്ക് അപ്പവും ഇറച്ചിയും കൊടുക്കണമെങ്കിൽ ബദ്ധപ്പാടുണ്ടെന്ന് അബ്രഹാമിന് നന്നായിട്ട് അറിയാം. अब्राहम ये बात को अच्छे रीति से जानता है कि उन्हें यदि रोटी और हमें मटन देना है तो उसके पीछे बहुत सारे मेहनत को करना ज़रूरी है। അവൻ ഈ ബദ്ധപ്പാടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അബ്രഹാമാണ് അവരെ ക്ഷണിക്കുന്നത്. और ऐसे मुश्किलें हैं, ये जानने वाला अब्राहम उनको अपने घर के अंदर स्वागत कर रहा है। ഈ ബദ്ധപ്പാട് സഹിച്ചത് അബ്രഹാമിന്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ്. ये जो मुश्किलों को अपने जीवन में सामना करना, वे अब्राहम के स्वभाव के अंदर से एक अच्छे स्वभाव को हम पाते हैं। ആ സ്വഭാവം സക്കായിയിൽ ഉണ്ടായിരുന്നു. और ऐसी ही स्वभाव जो है जक्कई के जीवन में भी हम देखते हैं। അവൻ ബന്ധപ്പെട്ട് താഴെ ഇറങ്ങി കർത്താവിനെ കൈക്കൊണ്ടു. वो तुरंत आनंद के साथ नीचे उतरता है और यीशु मसीह को अपने घर में स्वीकार करता है। അവൻ വഴിയെ പോയ യേശുവിനെ അവൻ കൈക്കൊണ്ടു. या रास्ते से जाने वाला यीशु को अपने घर में वो स्वीकार करता है। വഴിയെ പോയ 3 ദൂതന്മാരെ അബ്രഹാം കൈക്കൊണ്ടു. रास्ते से गए हुए 3 स्वर्गदूतों को अब्राहम ने अपने जीवन में स्वीकार किया। അവൻ മൂന്നാമത് ബദ്ധപ്പാട് സഹിച്ചാണ് കർത്താവിനെ കൈക്കൊണ്ടത്. तीसरी बात है कि उसने बड़े कष्ट को उठाकर उसने परमेश्वर को अपने जीवन में अपने घर के अंदर स्वीकार किए।
സ്വഭാവ ഗുണം അബ്രഹാമിൽ നിന്ന് ലഭിച്ചതാണ്. ऐसे स्वभाव और ऐसे गुण जो हैं वो अब्राहम में से इसके जीवन में उसने प्राप्त किया है। നാലാമത്തെ കാര്യം, चौथी बात को हम देखेंगे। അബ്രഹാം സക്കായി പറയുകയാണ്, जक्कई इस प्रकार से कह रहा है, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. वो कह रहा है कि मैं पापी मनुष्य हूं। ഞാന് എന്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. और इस प्रकार से वो निर्णय लेता है कि मैं अपनी धन संपत्तियों में से जो आधा है मैं कंगालों को दे दूंगा। വല്ലതും ശരിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. और यदि किसी से कुछ भी अन्याय करके लिया है तो मैं चौगुना उसे फेर दूंगा। അത് അബ്രഹാമിന്റെ സക്കായിക്ക് മടക്കി കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത. देखिए यहाँ पर जक्कई को है जो है वो अपने लिए हुए जो अवैध धन है उसे लौटा कर देने का एक चिंता उसके मन में आता है। വസ്തുവകകളിൽ പാതി കൊടുക്കും, अपने धन संपत्ति में से आधी वो कंगालों को दे देंगे। പതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കും. अन्याय करके किसी से उसने कुछ लिया है तो वो भी वे लोगों को दे देंगे। ഈ ഗുണം എങ്ങനെ വന്നു? ऐसा एक गुण कहां से जक्कई के अंदर आया? ഇവന് അബ്രഹാമിന്റെ മകനാകൊണ്ടാണല്ലോ ഇവന് ഈ വീട്ടിൽ രക്ഷ വന്നെന്ന് നമ്മൾ വായിച്ചത്. हम इस प्रकार वचन में पढ़ा था कि ये अब्राहम के पुत्र है इसलिए इस घर में उद्धार आया है। കൊടുക്കുന്ന സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു. उसे अब्राहम के जीवन के अंदर भी देने का एक अच्छी आदत हम देख पाते हैं। ആ ഗുണമാണ് സക്കായിൽ വന്നത്. और वही गुण हम देखते हैं कि जक्कई के जीवन में भी वे अपनाया है। ദൈവത്തെ കണ്ടു കഴിഞ്ഞ സക്കായിക്ക് കൊടുക്കണമെന്നും ഞാൻ ചരിവായി വാങ്ങിയത് മടക്കി കൊടുക്കണമെന്നുമുള്ള ചിന്ത വന്നു. जब जक्कई ने परमेश्वर यीशु मसीह को देखा तो जो कुछ उसने अन्याय करके लिया हुआ था वो सब लौटा देना है, ऐसा एक विचार उसके मन के अंदर आ गया। സക്കായി പറയാണ്, എന്റെ വസ്തുവകകളിൽ പാതി ഞാൻ കൊടുക്കും. जक्कई इस प्रकार से कहता है कि मैं अपने धन संपत्तियों में से आधी जो है मैं कंगालों को दे दूंगा। അത് സക്കായി ചതിവിൽ വാങ്ങിയതല്ല, അദ്ദേഹത്തിന്റെ പിന്നെ പിതാക്കന്മാർ കൊടുത്തതായിരിക്കാം. ये जो धन संपत्ति है ये किसी को अन्याय करके लिया नहीं रहा होगा परंतु उसके जो बाप दादाओं से उसको हासिल हुआ है। അദ്ദേഹം അത് പാതി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. और जक्कई इस प्रकार से प्रयास कर रहा है कि वे उनमें से आधी कंगालों को दे दे। നമ്മള് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उत्पत्ति के पुस्तक उसके 14 अध्याय उसकी 18 आयत से जब आप पढ़ोगे അവിടെ മൽക്കിസദേക്ക് കണ്ട് അബ്രഹാം ദശാംശം കൊടുക്കുകയും അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് കൊടുക്കുന്നതും കാണുവാൻ തക്കോണം സാധിക്കും. वहां पर मल्कीसेदेक राजा को देखकर अब्राहम उसके पास आकर दशवांश को देता है, उसके साथ ही साथ उसके रोटी और पानी को भी वो प्रदान करता है। 20-ാമത്തെ വാക്യത്തില് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് വായിക്കുന്നു. और उसके 20वें आयत के आखिरी भाग में इस प्रकार लिखा है कि तब अब्राहम ने उसको सब वस्तुओं का दशमांश दिया। ഞാന് ഒരുപാട് നേരം പ്രസംഗിച്ചാൽ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ മുടങ്ങുവാൻ തക്കോണം ഇടയാകും. मैं बहुत समय यदि प्रचार करते रहूं तो आपका कामकाज में रुकावट हो जाएगा। നോക്കുക, സക്കായിൽ അബ്രഹാമിന്റെ മകനാകൊണ്ട് അബ്രഹാമിന്റെ ഗുണവിശേഷതകൾ ഉണ്ടായിരുന്നു. देखो अब अमीन जक्कई जो है अब्राहम का पुत्र होने के कारण अब्राहम के कुछ अच्छी गुण और चरित्र उसके अंदर पाए जाते हैं। നമ്മള് ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചില ഗുണവിശേഷതകൾ നമുക്കുണ്ടാകണം.
हम जब इस प्रकार से कहते हैं कि हम परमेश्वर के संतान हैं, तो परमेश्वर की कुछ ऐसी गुण और चरित्र हमारे जीवन में भी होना ज़रूरी है। വാക്യത്തിൽ ഇങ്ങനെ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, प्रभु का वचन में इस प्रकार से हम पढ़ते हैं, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. देखो हम परमेश्वर के पुत्र कहलाए जाने के लिए वो परमेश्वर ने हमसे कैसा प्रेम किया है। ആമേൻ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. हम प्रभु के बच्चे हैं। സക്കായി അബ്രഹാമിന്റെ മകനാണ്. जक्कई जो है वो अब्राहम का संतान है। അബ്രഹാമിന്റെ മകനായ സക്കായിക്ക് അബ്രഹാമിന്റെ ഗുണവിശേഷതകളുണ്ടെങ്കിൽ यदि अब्राहम के पुत्र कहलाने वाले जक्कई को अब्राहम की गुण और विशेषताएं उसके अंदर पाई जाती है, तो നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഗുണവിശേഷതകൾ ഉണ്ടാകണം. हम यदि परमेश्वर की संतान कहलाए जाते हैं, तो वो परमेश्वर की गुण और विशेषताओं को हम अपने जीवन में देखना जरूरी है। നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हमारे जीवन में ऐसी आमीन प्रभु यीशु मसीह के ऐसे चरित्रों को दिखाने के लिए, देखे जाने के लिए प्रभु हमारे जीवन में अनुग्रह और आशीष दे। പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ ഗുണവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രക്തത്തിൽ അന്തർലീനമായി തീരട്ടെ. प्रिय लोगों, वो यीशु मसीह वो परमेश्वर के गुण और चरित्र हमारे जीवन के अंदर, हमारे आमीन खून के अंदर उस विशेषताओं को हम अपने जीवन में शामिल करें। നമ്മളെ ദൈവത്തിന്റെ മക്കളായി തീരട്ടെ. हम परमेश्वर के संतान बनकर बने रहें। ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് വായിക്കും. यीशु मसीह इस प्रकार से कहता है कि ये भी अब्राहम का पुत्र है, इसलिए इस घर में उद्धार आया है। അങ്ങനെ ഗുണവിശേഷതകളുള്ളവരായി നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ऐसे गुण और विशेषताओं से भरकर हम परमेश्वर के लिए हमारे जीवन एक प्रयोजन का पात्र बनाए। इन वचनों के द्वारा प्रभु हम सबको अनुग्रह और आशीष दे।